ബിസിനസ്സിന് ശരിക്കുള്ള ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കൾച്ചറാണ്. ലൈക്ക് വി ക്യാൻ സ്പെൻഡ് ക്രോഡ്സ് ഓഫ് റുപ്പീസ്, നമുക്ക് എന്ത് ചെയ്യാം, ഹോർഡിങ്സ് വെക്കാനും ബ്രാൻഡ് ചെയ്യാനും പരസ്യമിടാനും അംബാസിഡേഴ്സിനും വെക്കാനൊക്കെ സാധിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു കസ്റ്റമർ ആ ബിസിനസ്സിനെ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെൻഡർ ആ ബിസിനസ്സിനെ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കിട്ടുന്ന ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞുള്ളൊരു ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ഇമേജ്. മറ്റേ ബ്രാൻഡ് അവയർനെസ് ആണ്. ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ട്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ട്രൈ നടക്കുന്ന സമയത്ത് ഫീലിംഗ് വേറെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ എവരിബഡി, നോട്ട് ജസ്റ്റ് കസ്റ്റമേഴ്സ് വെൻഡേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. യൂഷ്വലി ഇവരെക്കൂടെ ആൾക്കാരോളം മോശമായിട്ട് പെരുമാറുക, കാരണം പേയ്മെൻറ്റ് ഡിലേ ആക്കുക അങ്ങനെയൊക്കെയുള്ള, കാരണം ഒരു കസ്റ്റമർ അല്ലല്ലോ എന്നുള്ള നിലക്ക്. പക്ഷേ ഇവരെല്ലാവരും എന്താണ്, ബ്രാൻഡ് ഇമേജാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ സഫ ഗ്രൂപ്പ് ഹാസ് ബീൻ റിയലി ഗുഡ്. ആ ഒരു ഫീലിംഗ് നമുക്ക് അവരുടെ സ്ഥാപനത്തിൽ കയറിയ സ്റ്റാഫിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും, ഇവരെ ബ്രദേഴ്സിനായിട്ട് മീറ്റിംഗ് ഇരിക്കാൻ നമുക്ക് ഉണ്ടാവും. ആ ഡിസിപ്ലിൻ, നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പിൻ്റെ ഇഷ്യൂ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഒരു ഫാമിലിയിൽ ഒരു ഗ്രൂപ്പിൽ ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത്